ഹലോ, വെൽക്കം ടു ഗൈശശി ക്രിയേഷൻസ്. ഇത് നമ്മൾ ട്രൗസർ പാൻറ്റ് എങ്ങനെയാണ് കട്ടിങ് ചെയ്യാന്നുള്ള വീഡിയോയിൽ നോക്കാം. ഇപ്പം നമുക്ക് ലെങ്ത് വേണ്ടത് 38 ഇഞ്ചാണ്. ഇൻക്ലൂഡ് നമുക്ക് 1.5 ഇഞ്ച് എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡും കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ 2 ഇഞ്ചസ് ഫസ്റ്റ് മാർക്ക് ചെയ്ത് എടുക്കാം. അതിന് പിന്നെ ലെങ്ത് 38 ഇഞ്ചസ് ആണ്. 38 ഇഞ്ചസ് മൈനസ് 1.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വരുന്ന അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ബോട്ടം 2 ഇഞ്ചസ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഇഞ്ചസും നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, ആൻഡ് ദെൻ വേസ്റ്റിന്റെ അളവ് ഹിപ്പ് സൈസ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ഇഞ്ച് ആണ്. അപ്പൊ ഈ ഹിപ്പ് സൈസ് നമുക്ക് 35 ഇഞ്ചസ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 8.5 ഇഞ്ചസ് ആണ്. പ്ലസ് 1 ഇഞ്ച് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. സോ 9.5 ഇഞ്ചസ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് ക്രോച്ച് ലെങ്ത്, ലൂസ് ലെങ്ത് എന്ന് പറയില്ലേ, ക്രോസ് ലെങ്ത് വന്നിട്ട് അതിന്റെ മെഷർമെന്റ് എടുക്കാനുള്ളത് ഹിപ്പ് സൈസ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3 ആണ്. സോ 35 ഇഞ്ചസ് ഹിപ്പ് സൈസ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 8.5 പ്ലസ് 3 ഇഞ്ചസ്, അപ്പോൾ 11.5 നമുക്ക് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കാം. സോ പ്ലസ് 2.5 ഇഞ്ചസ് വന്ന് ലൂസിൽ നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്ത് അത് കേർവ് ഇല്ലാതെ ഷേപ്പ് വരഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണം. സോ ഈ സെന്റർ ഫുൾ ലെങ്ത് സെന്റർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫുൾ ലെങ്ത് 12 വരുന്നുണ്ട്. 12 ഓഫ് 6 ഇഞ്ച് സെന്റർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ആ 6 ഇഞ്ചിന് സ്ട്രെയിറ്റ് താഴെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് ബോട്ടമിലെ സെന്റർ മെഷർമെന്റ് എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ സൈഡ് നമുക്ക് തൈന്ന് ഷേപ്പ് നീ ലെങ്ത് വരെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സോ ആ സെന്റർ 6 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബോട്ടം നമുക്ക് 6 ഇഞ്ച് വേണം. സോ ആ സെന്ററിൽ നിന്ന് 3 ഇഞ്ചസ് ലെഫ്റ്റോട്ടും റൈറ്റോട്ടും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡും ആ ക്രോച്ച് ലെങ്ത് എടുത്തില്ലേ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് നമുക്ക് ശരിക്കും പാൻറ്റ് മെഷർ ചെയ്യാനുള്ള ആ ഡ്രാഫ്റ്റിംഗ് സ്കെയിൽ വെച്ച് ചെയ്യുമ്പോൾ ഇനി നല്ല ഷേപ്പിൽ കിട്ടാറുണ്ട്. ഞാനിപ്പോൾ കയ്യിലാണ് ചെയ്തെടുക്കാറ്. സോ ഇതാണ് ഫ്രണ്ടിന്റെ കട്ടിങ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ആ ഫ്രണ്ട് വെച്ചിട്ട് ബാക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അതേമാതിരി ഫോൾഡിങ്ങില് നമുക്ക് മടക്കിയിട്ട് ഫ്രണ്ട് പീസ് മേലെ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇതിൽ ഞാൻ ബോട്ടം കട്ട് ചെയ്യേണ്ട അതിന്റെ മീൻസ് നമുക്ക് ടോപ്പിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് 2 ഇഞ്ചസ് ഓൾ ഓവർ ആയിട്ട് എക്സ്ട്രാ വെച്ച് കൊടുക്കണം. ഓൾ ഓവർ മീൻസ് ഇതുപോലെ ഞാൻ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത പോലെ 2 ഇഞ്ചസ്, സൈഡ് 2 ഇഞ്ചസ്, എല്ലാം മേലെയും ചെയ്ത് അപ്പറിന്ന് 2 ഇഞ്ചസും ചെയ്ത് കൊടുക്കണം. അതുപോലെ ഓപ്പൺ സൈഡ് ആയിരിക്കണം, ക്ലോസ് സൈഡ് ആവരുത്. ഓപ്പൺ സൈഡാണ്. 2 ഇഞ്ചസ്, സൈഡും 2 ഇഞ്ചസ്. സോ അത് വെച്ച് അതേ ഷേപ്പ് നമുക്ക് ടോപ്പ് ടു ബോട്ടം മാർക്ക് ചെയ്ത് എടുക്കണം. സോ ജോയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ വേസ്റ്റ് ബാൻഡ് ആ ജോയിന്റ് സ്ഥലത്ത് നമുക്ക് വേണ്ട 2 ഇഞ്ചസ് എക്സ്ട്രാ വേണ്ട. സോ അത് വന്നിട്ട് മൈനസ് ചെയ്ത് ക്രോസിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പം ബാക്ക് കട്ടിങ് കഴിഞ്ഞു. ഇതുപോലെ ആ ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ ക്ലോത്ത് വന്നിട്ട് എക്സ്ട്രാ ഉണ്ടാകും, ഫ്രണ്ടിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിന് ആയിരിക്കും. അപ്പോൾ അത് വന്ന് കംഫർട്ടബിളായിട്ട് നമ്മൾ സീറ്റ് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ കംഫർട്ടബിളായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മോർണിംഗ് ടു ഈവനിങ് വരെ വിയർ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതിൻ്റെ ട്രൗസർ പാൻറ്റ് കട്ടിംഗ് ആണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.